ട്രേഡിംഗ് മീഡിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് 329 പോയിന്റും S&P 3 പോയിന്റ് നെഗറ്റീവായിട്ടും നസ്ഡാക്ക് 14 പോയിന്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 329 പോയിന്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 38 പോയിന്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഡൗൺ ട്രെൻഡിനുള്ള ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഥിരമായിട്ട് കാണുന്നവർ നമ്മുടെ കഴിഞ്ഞ വീക്കിലി അനാലിസിസിനെ കുറിച്ചും വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റ് അനാലിസിനെ കുറിച്ചുള്ള കമൻറ്റ് ഇവിടെ ഇടുക. കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് തന്നെ. അതുപോലെ തന്നെ വീക്കിലി അനാലിസിസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ 26,000 തൊടുമെന്ന് പറഞ്ഞു, അവിടെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റിൽ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. നമ്മുടെ വ്യൂ പാളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴത്തെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്, പിന്നെ അവിടെ നിന്നൊരു വലിയൊരു റാലി. പക്ഷേ എന്തുകൊണ്ടോ റാലി സംഭവിച്ചിട്ടില്ല. ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷിച്ചതിനപ്പുറത്ത് വലിയൊരു റിസൾട്ട് ഉണ്ടായിട്ടും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ലായിരുന്നു. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എല്ലാം കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു പോസിറ്റീവായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തത് വീക്കിലി ക്യാൻഡിൽ നല്ല ബുള്ളിഷാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. പക്ഷെ അപ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ഒരു ട്രെൻഡ് ലൈന് കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ തന്നെയാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമുക്ക് ഒരു റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നമുക്കിവിടെ ചെറിയൊരു റിവേഴ്സ് സിഗ്നൽ വന്നതാണ് വ്യാഴാഴ്ച. ഇവിടെ നിന്നൊരു ഒരു റിജക്ഷൻ വന്നിട്ട് പിന്നെ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിൽ ഞാൻ ഈ ഒരു ഹൈ കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഹൈ കട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന്. പക്ഷേ ബീഹാറിൻ്റെ ആ ഒരു ഇലക്ഷൻ റിസൾട്ടിൽ ആ ഒരു ഹൈ കട്ട് ചെയ്യാനുള്ള ഒരു പ്രാപ്തി മാർക്കറ്റിന് ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവിടെ ചെറിയൊരു അപകടം ഉണ്ട്. ഈ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ലെവൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ചെറിയൊരു അപകടം അവിടെ നടക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഈ ഡബിൾ ടോപ്പ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ആഴ്ചയിൽ വീക്ക്ലി അനാലിസിസിൽ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഒരു റിജക്ഷൻ പറയുകയും ഇവിടെ നിന്ന് സപ്പോർട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ. ആ ഒരു ഡബിൾ ടോപ്പ് ഒരു നെഗറ്റീവ് ട്രെൻഡിനുള്ള ഒരു സാധ്യതയായിരുന്നു. ഏതാണ് ഷോർട്ട് ടൈമിലോട്ട്, ലോങ് ടൈമിലോട്ടല്ല, ഒരു ഷോർട്ട് ടൈമിലോട്ട് ഒരു നെഗറ്റീവ് ട്രെൻഡ്. ആ നെഗറ്റീവ് ട്രെൻഡ് താഴേന്ന് കഴിയുകയും ചെയ്തു, അവിടെ നിന്ന് തിരിച്ച് കയറുകയും ചെയ്തു. പക്ഷേ അവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത്. ഇവിടെ ഈ ഒരു ഡബിൾ ടോപ്പ് വന്നതിന് ശേഷം, അതായത് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഇവിടെ നിന്നൊരു ഡൗൺ ട്രെൻഡ് വന്നു, ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ നമുക്ക് ഹയർ ഹൈയും ക്രിയേറ്റ് ചെയ്തു. അടുത്ത ഹൈ വന്നിട്ട് ഈക്വൽ ഹൈ ആയിരുന്നു, അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്തു. അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലോവർ ഹൈ ആണ്, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഈക്വൽ ഹൈ വന്നു, അടുത്ത് ഇവിടെ ഒരു ബെൻഡ് വന്നു. ബെൻഡ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആകുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ലോവർ ഹൈ ആയിട്ട് എടുക്കാം. ഹയർ ഹൈ ഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലോവർ ഹൈ ഫോം ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഈ ഒരു ഹൈ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലോവർ ഹൈ ആയിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതിന് താഴെ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിന് താഴെ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോകും. പക്ഷേ ഞാൻ വെള്ളിയാഴ്ച നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു റീട്രേസ്മെൻ്റ് ഏരിയ ഉണ്ട് ഇല്ലേ, അതായത് ഈ ഒരു ഹൈ ടു ഈ ഒരു ലോയിൽ നിന്ന് നമ്മൾ ഈ ഒരു ഹൈ വരയ്ക്കും വരച്ചിരിക്കുന്ന ഈ ഒരു റീട്രേസ്മെൻ്റ് ഏരിയ ഉണ്ട്. മാർക്കറ്റ്
താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറണം. ഇവിടെ ഒരു ഗ്യാപ്പ് ഇപ്പോഴും ഫില്ലായിട്ടില്ല. വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗ്യാപ്പ് ഫില്ലായിട്ടില്ല. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീണ്ടും വെള്ളിയാഴ്ച മാർക്കറ്റ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇനി താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ വളരെ പ്രധാനപ്പെട്ടതാണ്. 25,583, 25,664 ഈ ആഴ്ചയിൽ തൊട്ടിട്ടേ കയറത്തുള്ളൂ. മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഈ ഡബിൾ ടോപ്പ് ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് ഈ ഒരു ലോ തൊടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇത് ഇവിടെ നിന്ന് താഴോട്ട് വന്ന് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഈ ഒരു 50% റീട്രേസ്മെൻറ്റിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാനും ഒരു 90% സാധ്യതയുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. 25,300 ലെവല്, 25,300-330 ലെവല് ശ്രദ്ധിക്കുക. ഇത് ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡബിൾ ബോട്ടമെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ചു കയറണം. പ്രധാനപ്പെട്ട 2 ലെവൽസാണ് ഈ 50%, അതായത് 25,543, 664 വരുന്ന ഈ ഒരു ഏരിയയും, സപ്പോസ് ഇത് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോയും. ഇത് രണ്ടും സപ്പോർട്ട് കിട്ടിയില്ല, ഇതിൻ്റെ താഴെയാണ് ലോ വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ബെൻഡ് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഡബിൾ ടോപ്പ് വന്നു, ലോവർ ഹൈ വന്നു, മാർക്കറ്റ് ലോവർ ലോയിലോട്ട് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോങ് ടൈമിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 കൊല്ലത്തേക്കല്ല, 1-2 മാസത്തേക്ക് ചിലപ്പോൾ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് 25,664 പിന്നെ ഏറ്റവും താഴെ വരുന്ന ഈ ഒരു ബോട്ടം 25,300-330 ലെവൽസും. അപ്പം ഈ 2 ലെവലും കൃത്യമായിട്ട് നോക്കുക. എൻ്റെ ഒരു അനലൈസ് പ്രകാരം താഴെ വന്നിട്ട് 50%-ൽ നിന്ന് മാർക്കറ്റ് ഈ ആഴ്ചയിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 വർഷത്തിന് മുന്നേ നമുക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ, അതായത് 2024 ഒക്ടോബർ അല്ല, അതിന് മുന്നേ തുടങ്ങിയതാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എല്ലാ ദിവസവും ഓൾ ടൈം ഹൈ വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ഒരു റാലിയിൽ ഫുള്ള് നമ്മൾ എല്ലാ ദിവസവും ഓൾ ടൈം ഹൈയാണ്. അതുവരേക്കും നമ്മളൊരു ഓൾ ടൈം ഹൈന് വേണ്ടി കാത്തിരുന്നു. ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം പിന്നെ എല്ലാ ദിവസവും ഓൾ ടൈം ഹൈ, ഏകദേശം 3 മാസത്തോളം മിക്ക ദിവസങ്ങളും നമുക്ക് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം കഴിഞ്ഞ സെപ്റ്റംബറിനാണ് താഴോട്ട് മാർക്കറ്റ് വീഴാൻ തുടങ്ങിയത്. അതായത് ഇപ്പോൾ ഏകദേശം 1 വർഷവും 2 മാസവും 14 മാസം ആകുന്നു. നമ്മളൊരു ഓൾ ടൈം ഹൈ കണ്ടിട്ട് 14 മാസം ആകുന്നു. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സോണ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,276, 26,151 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അത് ബ്രേക്കൗട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു ഡബിൾ ടോപ്പ് ബ്രേക്കൗട്ട് കിട്ടിയാൽ 26,110-20 ലെവൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ, കഴിഞ്ഞ സെപ്റ്റംബറിന് മുന്നേ കണ്ടതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് കുറേ ദിവസം ഓൾ ടൈം ഹൈ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് മൊത്തത്തിലൊന്ന് കാത്തിരിക്കുന്നത്. ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. മിനിറ്റിൻ്റെ ചാർട്ട് ഓക്കെ, ലെവൽസ് എല്ലാം ഇവ തന്നെയുണ്ട്. 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വ്യൂ തെറ്റായിരുന്നു. 15 മിനിറ്റിൻ്റെയിൽ വലുതായിട്ട് നമുക്ക് ലെവൽസ് വലുതായിട്ട് വർക്കായിട്ടില്ലായിരുന്നു. കാരണം മാർക്കറ്റ് ഒരു വോളട്ടൈലായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ മാർക്കറ്റ് മൂവ്മെൻ്റ് ഉണ്ടായില്ല. മാർക്കറ്റ് ഫുള്ള് സൈഡ് വേസ് മാർക്കറ്റായിരുന്നു. എന്നാലും 25,866 മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടില്ല. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയില്ലായിരുന്നു. താഴെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന 25,780 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 714 വരെ വരുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും അവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ചുകൊണ്ടാണ് നിന്നത്.
പക്ഷേ നമ്മുടെ ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കൃത്യമായിട്ട് ഇൻട്രാഡേയുടെ ലെവൽസ് വർക്കായിട്ടുണ്ട്. അപ്പം അത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ബാക്കി അനാലിസിസ് നടത്താം. ഇതിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കേണ്ടി വരും. 15 മിനിറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം മാർക്കറ്റ് താഴോട്ട് വീണതിന് ശേഷം ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ്, ഇപ്പം നമ്മൾ ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്കിലി ക്യാൻഡിലും ഡേ ക്യാൻഡിലും അനുസരിച്ച് മാർക്കറ്റ് ബുള്ളിഷാണ്. പക്ഷേ നമ്മൾ ട്രെൻഡ് നോക്കാൻ വേണ്ടിയിട്ട് 15 മിനിറ്റിൽ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഹൈ വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലോ വന്നു. മാർക്കറ്റ് ഇവിടെ ഒരു ഹൈ, ഓക്കെ, ഇടയ്ക്കൊന്ന് നെറ്റ് പോയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ലോ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഹൈ വന്നു, ഇവിടെ ഒരു ലോ വന്നു, ഇവിടെ ഒരു ഹൈ വന്നു, ഇവിടെ ഒരു ലോ വന്നു, പിന്നെ ഇവിടെ ഒരു ഹൈയും വന്നു ഇല്ലേ. മാർക്കറ്റ് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളിയാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ എന്ന് ഓർക്കുന്നില്ല, നമ്മളെപ്പോഴും ഹയർ ടൈം ഫ്രെയിമും ലോവർ ടൈം ഫ്രെയിമും നോക്കണം. ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ലോങ് ടൈം അല്ലെങ്കിൽ ഷോർട്ട് ടൈമിനുള്ള ഒരു ട്രെൻഡ് അറിയാൻ പറ്റും. പക്ഷേ ട്രെൻഡ് ചേഞ്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് വരണം. 15 മിനിറ്റോ 5 മിനിറ്റിലോ. അല്ലെങ്കിൽ നമ്മൾ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ താഴത്തെ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റിൽ 3 മിനിറ്റിലൊക്കെ വരണം. നമ്മളിപ്പം വീക്കിലി ക്യാൻഡിലും ഡേ ക്യാൻഡിലും നോക്കിയപ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു. പക്ഷേ 15 മിനിറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നമുക്ക് ഇവിടെ നിന്ന് ട്രെൻഡ് മാറിയിട്ടുണ്ട്, മുകളിലോട്ട് ട്രെൻഡ് മാറിയിട്ടുണ്ട്. ഏകദേശം 25,320 നിന്ന് ട്രെൻഡ് മാറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ലോ ക്രിയേറ്റ് ചെയ്തു, താഴോട്ട് ലോവർ ലോ വന്നില്ല, ഹയർ ലോ വന്നു, ഹയർ ഹൈ വന്നു, ലോവർ ഹൈ വന്നു, ഹയർ ലോ വന്നു, ഹയർ ഹൈ വന്നു. ഇതോടുകൂടി 15 മിനിറ്റിൽ ട്രെൻഡ് മാറി, ട്രെൻഡ് കഴിഞ്ഞു, അപ് ട്രെൻഡ് കഴിഞ്ഞു. അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് വെള്ളിയാഴ്ച വന്നിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് ലോവർ ഹൈ ആണ് അല്ലേ. ഈ ഹൈയുടെ താഴെയാണ് ഹൈ വന്നിരിക്കുന്നത്. അതായത് ഈ ഹൈ കഴിഞ്ഞു, ഇവിടുത്തെ ഒരു ഹൈ വന്നു, അടുത്ത് ഇവിടെ ഒരു ബെൻഡ് വന്നു. 15 മിനിറ്റിൽ തിങ്കളാഴ്ച ഇതിന് മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഈ ഹൈക്ക് മുകളിലോ അല്ലെങ്കിൽ ഈ ഹൈക്ക് മുകളിലോ 26,016 മുകളിൽ ഹൈ വന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് മുകളിൽ ഇപ്പോഴത്തെ ക്ലോസിങ് 25,931 30 മുകളിൽ ഹൈ വന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പുതിയ ലോ ക്രിയേറ്റ് ചെയ്യും. ഇതിന് താഴെ ലോ ക്രിയേറ്റ് ചെയ്യും. ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഹയർ ടൈം ഫ്രെയിമിൽ ഡേ ക്യാൻഡിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ബെൻഡ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബെൻഡിന് ശേഷം ഷോർട്ട് ടൈമിലോട്ട് മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഏതുവരേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 50% റീട്രേസ്മെൻറ്റ് ഏരിയയിലോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നതുവരേക്കും കാത്തിരിക്കണം. അപ്പോൾ മനസ്സിലായല്ലോ, 15 മിനിറ്റിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ചത്തെ ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. തിങ്കളാഴ്ച ഇതിൻ്റെ താഴെ ഒരു ലോ ക്രിയേറ്റ് ചെയ്താൽ, ഒരു മിനിറ്റ്, തിങ്കളാഴ്ച ഇതിൻ്റെ താഴെ ഒരു ലോ ക്രിയേറ്റ് ചെയ്താൽ, ഇതിൻ്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നേരെ താഴെ വന്നിട്ടൊരു ലോയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ഹൈ, അതായത് ഈ ഹൈക്ക് താഴെ എവിടെയെങ്കിലും ഒരു റിട്രേസ്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു 50% ഇവിടെ നിന്ന് നോക്കുക. അതായിരിക്കും അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരാനുള്ള സാധ്യതയുള്ളത്. ഇവിടെ നിന്നൊരു പുൾ ബാക്ക് കിട്ടി, അതായത് ഈ ലോയ്ക്ക് താഴെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക. ഇതിൻ്റെ താഴെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് കയറുന്നതെങ്കിൽ ചാടി കയറി കോൾ ഓപ്ഷൻ എടുക്കരുത്. തൊട്ട് മുകളിൽ എവിടെയാണോ സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്നത് അവിടെ നിന്ന് മാർക്കറ്റ് ഷോർട്ട് ചെയ്യാൻ നോക്കുക. സപ്പോസ് ഇവിടെ നിന്ന് വലിയ ക്യാൻഡിൽ ഇവിടെ വീണ്ടും ഹൈ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ നോക്കുക. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 90% ചെറിയൊരു ഷോർട്ട് ടൈമിലോട്ട് മാർക്കറ്റ്, ഷോർട്ട് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീട്രേസ്മെൻറ്റ് ഏരിയ വരെയാണ്, ചിലപ്പോൾ 1-2 ദിവസമായിരിക്കും അത് നിൽക്കുക. അപ്പം കൃത്യമായിട്ട് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ലെവൽസ് നോക്കുക, മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കുക. താഴോട്ടാണ് എന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത ചെറിയൊരു ഹൈ വരുന്ന സമയത്ത് അവിടെ നിന്ന് മാർക്കറ്റ് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ തിങ്കളാഴ്ചത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വ്യൂ
തെറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ലൊരു ബുള്ളിഷ് പ്രതീക്ഷിച്ചതാണ്. നമ്മൾ 3 കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫയേഴ്സിൻ്റെ ഗ്രൂപ്പിൽ 2 കോളും കോമൺ ആയിട്ട് എല്ലാ ഗ്രൂപ്പിലും കൂടെ മൂന്നാമതൊരു കോളും കൊടുത്തിട്ടുണ്ടായിരുന്നു. 3ഉം SL ഹിറ്റായി. SL ചെറിയ പോയിന്റ് തന്നെയായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 20-24 പോയിൻ്റാണ് ഇൻഡെക്സിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച ഞാൻ ഗ്രൂപ്പിൽ 2 ലെവൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 25,600 ഇവിടെ ഓക്കെ 25,868 മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മുകളിലോട്ട് എൻട്രി എടുക്കാൻ പറഞ്ഞിരുന്നു. താഴോട്ട് 25,839 ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ താഴോട്ട് എൻട്രി എടുക്കാൻ പറഞ്ഞു. ഇതിനിടയ്ക്കെന്ന് പറയുന്നത് നോൺ ട്രേഡിംഗ് സോണാണ്. നമ്മൾ ലൈവ് മാർക്കറ്റിൽ പലരും ചോദിക്കാറുണ്ട്, നമ്മൾ ലൈവ് മാർക്കറ്റിൽ ചില സമയത്ത് ഒരു ലൈൻ തന്നിട്ട് മുകളിലോട്ടുള്ള ആരെയും താഴോട്ടുള്ള ആരെയും പറയാറുണ്ട്. അത് മുകളിലോട്ട് 5 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ ഈ ഒരു ലെവൽ തന്നിട്ട് മുകളിലോട്ടോ താഴോട്ടോ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് നോക്കുക. ഇത് 5 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് റീട്രേസ്മെൻറ്റിന് താഴോട്ട്, അല്ലെങ്കിൽ തിരിച്ച് താഴോട്ട് വന്ന് സപ്പോർട്ട് എടുക്കുമ്പോൾ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ 5 മിനിറ്റ് ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ എൻട്രി എടുക്കാം. അല്ല ഇവിടെ നിന്ന് മാർക്കറ്റ് കയറിയിട്ട് ഇവിടെ നിന്നൊരു റിജക്ഷൻ ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി എടുക്കാം. അങ്ങനെയാണ് സിംഗിൾ ലൈന് തരുന്ന സമയത്ത് എൻട്രി എടുക്കേണ്ടത്. 5 മിനിറ്റ് മതി. 5 മിനിറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആണ്. ഓപ്പോസിറ്റ് 5 മിനിറ്റ് ഇപ്പം നമ്മളിപ്പോൾ മുകളിലോട്ട് എൻട്രി എടുക്കുന്നു, തിരിച്ച് അടുത്ത ക്യാൻഡിൽ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൻ്റെ ക്ലോസിങ്ങിൽ എക്സിറ്റ് ആവുക. അവിടെ ഒരു 90% മാർക്കറ്റ് താഴോട്ട് തന്നെ പോകാനാണ് സാധ്യത കൂടുതൽ. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ഇരിക്കുക. ചില സമയത്ത് മാത്രം അടുത്ത ക്യാൻഡിൽ റിവേഴ്സ് കയറാറുണ്ട്. അപ്പം ചെറിയ SL വരത്തുള്ളൂ. 5 മിനിറ്റിൻ്റെ ലോയും ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ SL വരത്തുള്ളൂ. ചില സമയത്ത് ഞാൻ 2 ലൈൻ തരാറുണ്ട്, ഇല്ലേ, അടുത്തടുത്ത് 2 ലൈൻ തരാറുണ്ട്. ഏറ്റവും മുകളിലത്തെ ലൈൻ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മുകളിലോട്ട് എടുക്കാൻ പറയും, താഴത്തെ ലൈൻ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ താഴോട്ട് എടുക്കാൻ പറയും. ഇതിൻ്റെ ഇടയ്ക്ക് നോൺ ട്രേഡിംഗ് സോണാണ്. ഇവിടെ നമുക്ക് മൂന്നാമതൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 2 ലെവൽ തന്നു, മാർക്കറ്റ് ഇതിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ താഴോട്ട് എടുക്കാം, മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മുകളിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ പ്രൈസ് ആക്ഷൻ കൂടെ നോക്കുന്നുണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്നുണ്ട്, ബാക്കി മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് മാർക്കറ്റിൽ എൻട്രി പറഞ്ഞിട്ടുള്ളത് ഇതിന് മുകളിലോട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിന് താഴോട്ടും എടുക്കാൻ പറയുന്നുണ്ട്, ഇല്ലേ. ഇത് 2 ഓപ്ഷനാണുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് നോൺ ട്രേഡിംഗ് സോണാണ്. ചില സമയത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് സപ്പോർട്ടാണ്, മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കും. അപ്പോൾ ഇത്രയും പോയിന്റ് നമുക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് താഴോട്ടാണ് നമുക്ക് ട്രെൻഡ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് എൻട്രി എടുക്കും. അങ്ങനെ നമുക്ക് അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ആ സമയത്തുള്ള മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കണം. ഓപ്പോസിറ്റ് മാർക്കറ്റ് കയറി 5 മിനിറ്റിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓപ്പോസിറ്റ് എൻട്രി എടുക്കുക. പഴയ എൻട്രി ക്ലോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് എൻട്രി എടുക്കുക. മനസ്സിലായോ? 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഇതിൽ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്, മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25,868 മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മുകളിലോട്ട് എൻട്രി എടുക്കാം. അല്ല 25,838 താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ താഴോട്ട് എൻട്രി എടുക്കാം. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് എൻട്രി കൊടുത്തു, ഇല്ലേ. അപ്പോൾ താഴോട്ട് 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് വന്നു, മാർക്കറ്റ് താഴോട്ടാണ് പോയത്. നമ്മുടെ വ്യൂ ഓപ്പോസിറ്റ് ആയപ്പോഴത്തേക്കും ചെറിയ ലോസാണ്. 5 മിനിറ്റ് ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് അപ്പോഴന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അവിടെ വെച്ച് എക്സിറ്റ് ആവുക. പിന്നെ വച്ചിട്ടിരിക്കൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാർക്കറ്റ് വലിയൊരു ഫോളിലോട്ട് പോയി, ഇല്ലേ. രണ്ടാമത് വീണ്ടും മാർക്കറ്റ് കയറി വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അതേ എൻട്രി തന്നെ വീണ്ടും കൊടുത്തു മുകളിലോട്ട്. പക്ഷേ ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോയിട്ടുമില്ല. നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന കൃത്യമായിട്ട് 25,868 മുകളിലോട്ട് മാർക്കറ്റ് പോയിട്ടില്ല. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് താഴോട്ട് വന്നു. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഓപ്പോസിറ്റ് ട്രേഡ് താഴോട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടാണ് 2 പ്രാവശ്യം എടുത്തതെങ്കിൽ 2 പ്രാവശ്യം നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആകുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് മുകളിലോട്ട് കോൾ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബീഹാർ ഇലക്ഷൻ
അപ്പ് ട്രെൻഡ് ആകും എന്നുള്ള ഒരേ ഒരു ഇതിൽ മാത്രമാണ്. പക്ഷേ ഈ കോളുകൾ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ ഇൻട്രസ്റ്റ് എഗെയിൻസ്റ്റ് ആണ്, ഓപ്പൺ ഇൻട്രസ്റ്റ് റെസിസ്റ്റൻസ് ആണ്, മൊത്തം മാർക്കറ്റ് കയറാൻ സാധ്യതയില്ല. പക്ഷേ ന്യൂസ് ബേസ്ഡ് മാത്രം നോക്കിയിട്ടാണ് ഇങ്ങനത്തെ 2 കോളുകൾ കൊടുത്തത്. മൂന്നാമത്തെ കോൾ കൊടുക്കുന്നത് മെയിൻ ഗ്രൂപ്പിലാണ്. മൂന്നാമത്തെ കോൾ കൊടുക്കുന്ന ചാർട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു. മൂന്നാമത്തെ കോൾ ഞാൻ ഏറ്റവും താഴെയിട്ടാണ് പിടിച്ചത്. ഏറ്റവും താഴെ ഈ ബോട്ടത്തിലിട്ട് പിടിച്ചു. പ്രീവിയസ് ലോയുടെ താഴെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇവിടെ ഇതായിരുന്നു പ്രീവിയസ് ലോ. കോൾ കൊടുക്കുന്ന സമയത്ത് ഏകദേശം മാർക്കറ്റ് ഇവിടെ നിൽക്കുകയായിരുന്നു. മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി തിരിച്ച് താഴെ വന്നു. ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ് കേട്ടോ. ഈ ഒരു ലെവലാണ് എൻട്രി പോയിന്റ് വരുന്നത്. മറ്റത് ഓക്കെ, ഇതായിരുന്നു എൻട്രി പോയിന്റ്. 25,768 എൻട്രി കൊടുത്തു. ഞാൻ ഈ ഒരു ലോയുടെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചു. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സ്റ്റോപ്പ് ലോസ് തൊട്ടു, നോക്കിക്കഴിഞ്ഞാൽ അറിയാം, തൊട്ടു. പിന്നെ തിരിച്ചു കയറി മാർക്കറ്റ് ആ ഒരു ടാർഗറ്റും കഴിഞ്ഞ് മാർക്കറ്റ് പോയി. കാരണം ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇന്നലെ വെള്ളിയാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മൊത്തം അതൊരു റെസിസ്റ്റൻസ് അല്ല, സപ്പോർട്ടായിരുന്നു. മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, കയറി, വീണ്ടും വന്ന് ഇവിടെ നിന്ന് വീണ്ടും തിരിച്ചു കയറി, വീണ്ടും വന്നു, വീണ്ടും തിരിച്ചു കയറി, വീണ്ടും വന്നു, വീണ്ടും തിരിച്ചു കയറി. അവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ വന്നു. ഈ സമയത്ത് ബ്രേക്കൗട്ട് ആകുമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ കോൾ കൊടുത്തു, ബ്രേക്കൗട്ട് ആയിട്ടില്ല. ഇവിടെയും ബ്രേക്കൗട്ട് ആയിട്ടില്ല, ഇവിടെയും ബ്രേക്കൗട്ട് ആയിട്ടില്ല. ഏകദേശം അവസാനത്തെ അരമണിക്കൂറിലാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയത്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ സ്റ്റോപ്പ് ലോസ് വച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ലെവലിൽ തട്ടിയപ്പോൾ തന്നെ എക്സിറ്റായി. പക്ഷേ സ്റ്റോപ്പ് ലോസ് വയ്ക്കാത്തവർക്കൊക്കെ എല്ലാം നല്ല പ്രോഫിറ്റ് കിട്ടി, ഹിറ്റായിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് എല്ലാം ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു വെള്ളിയാഴ്ച സംഭവിച്ചത്. ഇത് എൻ്റെ വ്യൂ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. കാരണം എൻ്റെ മനസ്സ് മൊത്തം അപ് ട്രെൻഡ് എന്നായിരുന്നു. അതുകൊണ്ടാണ് മുകളിലോട്ടുള്ള 3 കോളുകളും കൊടുക്കാനുള്ള കാരണം. പക്ഷേ ഓപ്പൺ ഇൻട്രസ്റ്റ് വൈകുന്നേരം വരയ്ക്കും റെസിസ്റ്റൻസ് ആയിരുന്നു. മാർക്കറ്റിൽ 25,800 880 സ്ട്രോങ് കോൾ ട്രേഡിംഗ് ആയിരുന്നു. മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയില്ല. പക്ഷെ അത് എപ്പോഴെങ്കിലും മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഓക്കെ, ഇനി നമുക്ക് തിങ്കളാഴ്ചത്തെ മാർക്കറ്റിലോട്ട് പോകാം. തിങ്കളാഴ്ച ചെറിയൊരു വൈഡ് CPR ആണ് വരുന്നത്. ഏകദേശം 25,840 മുതൽ 886 വരെയും 46 പോയിൻറ്റിൻ്റെ CPR ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്രെൻഡ് മാറാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ, ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറണം. അതായത് പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാണ്ട്, ഈ ഒരു ലോയ്ക്ക് താഴെ പുതിയ ലോ വരാതെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറണം. CPRനുള്ളിൽ നിന്ന് 25,886 25,840 സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറണം. തിരിച്ചിവിടെ നിന്ന് കയറിയാൽ ഫസ്റ്റ് ടാർഗറ്റ് 969 987, രണ്ടാമത്തെ ടാർഗറ്റ് 20,062 20,082. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് അടുത്ത ഹൈ, ഇതിന് മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകും. ഏകദേശം 26,100 വരേക്കും മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നൊരു അപ് ട്രെൻഡാണ് കിട്ടുന്നതെങ്കിൽ. അല്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഫസ്റ്റ് സപ്പോർട്ട് ബ്രേക്കൗട്ട് കിട്ടി താഴോട്ടാണ് പോകുന്നതെങ്കിൽ, അതായത് ഈ ഒരു ലോ ബ്രേക്കൗട്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റെങ്കിലും മാർക്കറ്റ് വാച്ച് ചെയ്യുക. 15 മിനിറ്റിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സപ്പോർട്ടെല്ലാം ബ്രേക്കൗട്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ലോ ക്രിയേറ്റ് ചെയ്യും. മാർക്കറ്റ് ഏകദേശം 25 ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 25,664 25,683 ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ് പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് അടുത്തൊരു ഹൈ 25,800 എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി വരും. അല്ല, മാർക്കറ്റ് ഇവിടെ നിന്നാണ് സപ്പോർട്ട് എടുക്കുന്നതെങ്കിൽ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അല്ലെങ്കിൽ രണ്ടാമത്തേതെന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് 25,800 സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് തിരിച്ചു കയറും. ഇവിടെ രണ്ടിടത്തും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ രണ്ട് സപ്പോർട്ടും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രെൻഡ് താഴോട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,660 670 വരയ്ക്കും
തിങ്കളാഴ്ച മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്